വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഈ കിടിലൻ സ്നാക്ക് ഉണ്ടാക്കാൻ. ഇതിലെ മെയിൻ താരം എന്ന് പറയുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഈ വീറ്റ് ഫ്ലോർ ബോണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീറ്റ് ഫ്ലോർ ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബോണ്ട ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ അരിപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റവ വേണമെങ്കിലും ചേർക്കാം. റവയാണ് ചേർക്കുന്നത് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് വേണം നമ്മളിതിലേക്ക് ചേർക്കാൻ. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 2 പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പിൻ്റെ ഇല മാത്രം ചേർത്താലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകമൊക്കെ ചേർക്കുക. ഇനിയിപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡയ്ക്ക് പകരം നമ്മുടെ കയ്യിൽ ദോശമാവോ അല്ലെങ്കിൽ ഇഡ്ഡലി മാവോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. ഒന്നിച്ചൊഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ എടുത്തിടാൻ പറ്റുന്നൊരു പരുവം. നല്ല ലൂസാക്കി എടുക്കരുത്, അതുപോലെ നല്ല തിക്കും ആവരുത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിലോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മുടെ ബോണ്ട. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്യണ്ട കേട്ടോ, കാരണം നമ്മൾ തിളച്ച എണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മുടെ കൈയൊക്കെ നല്ല പോലെ ഒന്ന് നനച്ചിട്ട് വേണം ഇതിൽ നിന്ന് എടുത്ത് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് എടുത്താലും മതി. ഞാനിപ്പോൾ കൈ നനച്ചതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ ഇങ്ങനെ എടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോണ്ടയുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇട്ടെടുത്താലും മതി. അപ്പം നല്ല തിളച്ച എണ്ണയിലോട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു വശം ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ചായ തിളക്കാൻ വെക്കുന്ന സമയം മതി സ്നാക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിപ്പോൾ നല്ല പോലെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബോണ്ടയാണ് വീറ്റ് ഫ്ലോർ ബോണ്ട. ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബോണ്ട തന്നെയാണ് വീറ്റ് ഫ്ലോർ ബോണ്ട. അപ്പോൾ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ എടുത്ത അളവിൽ ഇത്രയും ബോണ്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത ചേരുവകളൊക്കെ ഡബിളായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ വീറ്റ് ഫ്ലോർ ബോണ്ട സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ ഇത് മുക്കിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബോണ്ടയ്ക്ക്. അപ്പോൾ കണ്ടതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, പുറമെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വരുന്ന ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.